ഭഗവാനെ, ഈ നമ്പൂരിമുക്കില് ഇന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കാത്തു രക്ഷിക്കണേ. ദേ ഗുണ്ട പടക്ക ബോസ് വരുന്നു. എവിടെ ഇയാള് പോയി കിടക്കണേ? ഇതൊന്നും ഇല്ലേ? ഹലോ, ആ ഇവിടെ പതുങ്ങിയിരിക്കല്ലേ? ഈ വേഷം കിട്ടെ ഈ പടക്കം വാസുവിനോട് വേണ്ട. എന്ത് വാസുവോ? ഞങ്ങൾക്കൊന്നും അവിടെ കൂടണം. തൊട്ട് നക്കാൻ വല്ലതുണ്ടോ? ഇവിടെ ഒന്നുമില്ല, പപ്പടവട മാത്രമേ ഉള്ളൂ. തൽക്കാലം അത് മതി. വാസു കാശ്. വാസുവിനോട് കാശ് വെക്കാനായോ? ഞാൻ വെറുതെ ചോദിച്ചാണ്, കാശൊന്നും വേണ്ട, കൊണ്ടേക്കോ. ഈ പേടി എപ്പോഴും അവിടെ ഇരിക്കട്ടെ. ഓ, ഇവന്മാരെ കൊണ്ട് പൊറുതി മുട്ടി. എന്റെ ചെറുപ്പകാലാണെങ്കിൽ ഞാൻ കാണിച്ചു കൊടുത്തിരുന്നു. ചേട്ടാ, 50 കിലോ ചന്ദനത്തിരി ഉണ്ടാ, 2 തരുമോ? എന്തിനാ 2 ആക്കണേ? ഇത് മൊത്തം എടുത്തോ, എന്നാ എന്റെ കച്ചവടം പൊടിക്കും. നിങ്ങളിവിടെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ ആദ്യമായിട്ടാണോ ഇവിടെ തൊഴാൻ വരുന്നത്? ഞങ്ങൾ ഈ അമ്പലത്തിലേക്ക് ആദ്യമായിട്ട് വരിക. നിങ്ങൾക്ക് നമ്പൂരിമുക്കിനെ പറ്റി അറിയാഞ്ഞിട്ടാണ്. ഇവിടെ ഗുണ്ടകളുടെ വിളയാട്ടാണ്. ഗുണ്ടകളോ? ഏത് ഗുണ്ടകളോ? ഞങ്ങൾക്ക് ആരും പേടിയില്ല. അല്ല പിന്നെ വേഗം പൊക്കോളൂ. പടക്കം വാസുവിന്റെയും മിന്നൽ മുരളിയുടെയും തീപ്പൊരിക്കൂട്ടന്റെ മുന്നിൽ പോയി പെടണ്ടാട്ടോ. ചേച്ചി, നമുക്കറിയാത്ത ഏത് ഗുണ്ട? ഏത് ഗുണ്ട ആയിക്കോട്ടെ, നമുക്കെന്താ? ഈ പെണ്ണുങ്ങൾക്ക് ഗുണ്ടകളെയും പേടിയില്ലേ? ചേട്ടാ, ഞങ്ങളുടെ മുരളീനെ വിളിച്ചേട്ടാ. നിങ്ങളാണ് എന്റെ മോനെ കേടുവരുത്തുന്നത്. ചേട്ട ഇങ്ങനെ കണക്കുണ പറയാതെ ചെക്കനെ ഇറക്കി വിട്. അവൻ വരില്ല, അവനെ ഞാനേ മുകളിലിട്ട് പൂട്ടി. അവനെ മുകളിലിട്ട് കൂട്ടിയാണോ? അവൻ ചാടിക്കോളും. ഈ വഴി വന്നാ ഞാൻ കാല് തല്ലി പിടിക്കും. പിന്നെ ചേട്ടനെ ഞങ്ങളുടെ കാല് തല്ലി ഓടിക്കാൻ ധൈര്യം ഉണ്ടാ? എന്റെ തീപ്പൊരി, നീ ചന്ദനൊക്കെ തൊട്ടിറന്ന നമ്മളെ ആർക്കും പേടിണ്ടാവില്ല. അത് മാച്ച് കളാ. അതൊക്കെ ഇപ്പൊ മാക്കാ. ഈയിടെയായിട്ട് നിനക്ക് ഭക്തി കുറച്ച് കൂടുന്നുണ്ട്. അത് ശരിക്കും മാക്കി, നല്ല പേടിയുള്ളൂ ആൾക്കാർക്ക്. ചന്ദനം പോയി, ഇപ്പൊ എന്നെ കണ്ട പേടിയാവില്ല. ഇപ്പോഴാണ് നീ തീപ്പൊരി ആയത്. മുരളി, നീ ഇങ്ങോട്ട് ചാടിയേ. അളിയാ തീപ്പൊരി, മുരളി അവിടുന്ന് ചാടുവോ? ചാടി. മുരളി മതില് ചാടറാ. അളിയാ കിണ്ടിതാ. അവൻ മുകളിൽ നിന്ന് ചാടിയോ? എന്റെ കിണ്ടിയും കൊണ്ടാണല്ലോ പോണ. എന്റെ കിണ്ടി ഇവിടെ വെച്ച് പോടാ. അച്ഛനൊന്ന് പോയേ, കിണ്ടി ഞാൻ എടുക്കുക. ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റു. കണ്ട കൂട്ടപ്പേട്ട എന്റെ കിണ്ടി അവന്മാര് കൊണ്ടുപോയി. ഞാൻ എല്ലാം കണ്ടു നമ്പൂരി. ഞാൻ പേടിച്ച് മിണ്ടാതെ ഇരിക്കായിരുന്നു. ഔ, എന്റെ കിണ്ടി. കുട്ടപ്പേട്ടോ, ഒരു 10 പാക്കറ്റ് ബീഡി തരാണ്ടോ? ഇവിടെ ബീഡിയൊന്നുമില്ല. വലിച്ചേ ഹാർട്ട് അരിപ്പായിട്ടുണ്ടാവും. അരിപ്പ് ഉണ്ടെങ്കിലേ കുട്ടപ്പേട്ടന് ഞാന് ചായ ഊറ്റാൻ തരാം. നമുക്ക് നടിക്കാനുള്ള പൈസ വരുന്നുണ്ട്. അയാളെ വരട്ടെ, കാശ് നമ്മള് മേടിക്കും. എന്തായാലും മേടിക്കണം. ചേട്ടാ, 2 കീറാൻ കാശെടുത്തേ. പൈസ നിങ്ങൾക്ക് കള്ളു കുടിക്കാനല്ലടാ, പോടായിരുന്നു. എങ്ങോട്ട് പോവാൻ? നിക്കടാ അവിടെ. ചേട്ടൻ കാശ് തരാതെ ഇവിടുന്ന് പോവോ? ചേട്ടൻ അങ്ങനെ ഇങ്ങോട്ട് പോവല്ലേ കാശ് തരാതെ? ചേട്ടൻ കളിക്കാതെ കാശ് എടുത്ത 2 വിടാനാണ്. എന്നെ തല്ലെടുത്തിട്ടാ. ഇവരെ ഞാൻ കണ്ടോളാം. ഇന്നത്തേക്കുള്ളത് അയളിയാ. കാശ് തരാതെ അയാളോട് പോവല്ലേ? പൈസ ആരാണ്ട പോയാ ഈ മിന്നൽ മുരളി ആരാന്ന് അയാൾ അറിയും. സംശയമൊന്നുമില്ല. കുട്ടപ്പെട്ട ആ അലപരാധി ഗുണ്ടകൾ എന്നെ പിടിച്ചു. ലക്ഷങ്ങളാണ് എന്റെ പോയത്. പിന്നെ ലക്ഷങ്ങളല്ല അയാൾ പോക്കറ്റിലിട്ട് നടക്കുന്നത്. വെറും തള്ളന്നെ. അളിയൻ എങ്ങനെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കിട്ടി? എന്റെ ഒരു ഫ്രണ്ടിന്റെ വീടാ. അവൻ ഗൾഫിലാ. അവൻ ഇവിടെ ഒന്നും ഇല്ല. ധൈര്യമായിട്ട് അടിക്കലിയാ.
അല്ല അളിയാ, നീ എങ്ങനെ തീപ്പൊരിക്കുട്ടനായത്? അത് നോക്കണ്ട, അവൻ കുടിച്ചു കഴിഞ്ഞാ ചിരിച്ചോണ്ടിരിക്കും. അതളിയോ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോ ഒരു പാർട്ടി പ്രവർത്തകൻ എന്നെ കത്തിയോണ്ട് കുത്താൻ വന്നു. ഞാൻ അവന്റെ കാല് പിടിക്കാൻ വേണ്ടി താന്നതാ. അപ്പൊ അവൻ എന്റെ മേത്ത് കൂടെ തട്ടി വീണ് അവന്റെ കത്തിയോണ്ട് തന്നെ അവനെ കുത്തി. അവൻ പടായി. ഒരാള് സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ ഇയാൾ എന്തെങ്ങനെ ചിരിച്ചോണ്ടിരിക്കണത്? നീ ബാക്കി പറയാളിയാ. അതിനുശേഷം എല്ലാവർക്കും എന്നെ പേടിയാണ്. അങ്ങനെ ഞാൻ തീപ്പൊരിക്കുട്ടനായി. അളിയ, ഇത് നമ്മുടെ മാളും അല്ലേ പോണേ? ആ തീപ്പൊരിക്കുട്ടാ, നീ പോയിട്ട് അവളുടെ അടുത്ത് കുറച്ച് പൈസ മേടിക്ക്. അപ്പൊ ശരിയാക്കി. അതെ, അവള് കരാട്ടയാണ്. ഇന്ന് തീപ്പൊരിക്കുട്ടന് 2 കിട്ടും. കൊച്ചേ, ഒന്നവിടെ നിന്നേ. എന്തടോ? മര്യാദക്ക് ഒരു 50 രൂപ എന്നിട്ട് പോയാ മതി. 50 രൂപയാ? തനിക്ക് ഏത് വകയിലാണോ ഞാൻ 50 രൂപ തരണ്ടേ? തരാണ്ട കൊച്ചു ഇവിടുന്നാണ്ട് പോവില്ല. ദാ തീപ്പൊരി, മാള് കരാട്ടയാണ്. അവള് പെശക, നീ ആ സൈഡ് പറ്റിക്കോ. അയ്യോ, കൊച്ചു കാരാട്ടായിരുന്നോ? എന്നാ പൊക്കോട്ടോ. ദേ വാസുവേട്ടാ, നിങ്ങളുടെ ഈ ഗുണ്ടായിസ് എന്റെ അടുത്ത് ഇറക്കില്ല കേട്ടോ. ദാ കൊച്ചനെ, ഞാൻ ആരാന്നേ വാസുവേട്ടനെ അറിയാം. തരത്തി കളിക്കിട്ടാ. അയ്യോ, ഗുണ്ടകൾ വരുന്നു. എന്റെ ചേട്ടാ, ഒരു 100 ഉറുപ്പിക എടുത്തേ. ഈ കട നഷ്ടത്തിലാ ഓടണേ. എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല. എപ്പോഴും പൈസ ചോദിച്ചാൽ ഞാൻ എവിടുന്ന് എടുത്തു തരാ? ചേട്ടാ, ഷോ കാണിക്കാതെ കാശെടുത്തേ. ഞാൻ തരില്ല. എന്റെ വീട് പണയം വെച്ചിട്ടാ ഞാൻ ഈ കട നടത്തണത്. ചേട്ടന്റെ വീടിന്റെ ലോണൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ചേട്ടൻ കളിക്കാതെ കാശെടുത്തേ. ചേട്ടാ പൈസ തന്നെ. തരില്ല. ചേട്ടാ കളിക്കാണ്ട് പൈസ ആയോ? തരില്ല എന്ന് പറഞ്ഞില്ലേ? പൈസ ആയോ ചേട്ടാ? തരില്ല. വേണ്ടാന്ന് വിചാരിക്കുമ്പോ നിങ്ങൾ എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കരുത്. ഞങ്ങൾക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കണം. ചേട്ടാ പൈസ ചേട്ടാ. ചേട്ടാ ഇതെടുക്കാം. ഇതാ കുഴപ്പമുണ്ടോ? നടക്ക് തീപ്പൊരി. എന്റെ നീതു ഇവിടെ മുരളിയേട്ടൻ കുടിച്ച് ആകെ പ്രശ്നത്തിലാ. അതിന് വാസുവേട്ടൻ എന്താ മോശം? ഇവരൊരു തല്ലിപ്പൊളി ഗ്യാങ് ഉണ്ട്. ഈ പോക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ രണ്ടിലൊന്ന് സംഭവിക്കും. നീ ഇങ്ങനെ ഡെസ്പ് ആവല്ലേ? നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എന്ത് വഴി ഉണ്ടാക്കാനാ നീതു? ഇത് കൊറേ ദിവസമായി അനുഭവിക്കുന്നു. എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. അത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ ഇവരൊക്കെ നന്നാക്കാൻ പറ്റും. പക്ഷെ നിന്റെ ഹെൽപ്പ് എനിക്ക് വേണ്ടി വരും. എന്തിനും ഞാൻ റെഡിയാണ്. ഇവരൊന്ന് നന്നായി കിട്ടിയാ മതി. അല്ല കുട്ടികളെ, നിങ്ങൾ എന്തെങ്കിലും വഴി കണ്ടെത്തിയോ? അമ്മേ പേടിക്കണ്ട, എല്ലാം ശരിയാവും. ആന്റി പേടിക്കണ്ട, അതിനൊക്കെ ഞങ്ങളൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാ ശരി. അല്ല നീതു, ഇതൊക്കെ നടക്കുവോ? നീ പേടിക്കണ്ട ദീപ്തി, ഇതൊക്കെ റെഡിയാവും. ധൈര്യല്ലേ? അമ്മ ഇവിടെ പലതും നടക്കും, അമ്മ പേടിക്കണ്ട. നിനക്ക് ഫുൾ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നീ എന്താച്ചാ കാണിച്ചോ, അവൻ നന്നാവണം. ഇനി അമ്മ പേടിക്കണ്ട, ഇത് ഞാൻ ഏറ്റു. എന്താ? ഏട്ടനെന്നാ റൂമിലേക്ക് വന്നേ. എന്തിനാ റൂമിലേക്ക് വിളിക്കണ്? കൊറേ കാലായി ഞാനിത് ക്ഷമിക്കണു. ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. എന്തോട്ട് തേങ്ങ പറയണേ? ഇങ്ങനെ പോയാ ഞാൻ നിങ്ങളെ ശരിയാക്കും. പോടെ അവിടുന്ന്. ഇനി എങ്ങാനും ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഈ ദീപ്തി ആരാന്ന് ഏട്ടനെ അറിയും. അവൾക്ക് ഇത്ര ശക്തിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കാലായില്ലേ നമ്പൂരിമുക്കില് വാസുവേട്ടന്റെ കുറെ ഫ്രണ്ട്സും ഉണ്ട്. എന്താ എന്നും വെള്ളടിയും ബഹളം. മടുത്തു. ഞാൻ ദീപ്തിയായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നു. ദീപ്തിയും പറഞ്ഞു തന്നെ. ഞാനും ദീപ്തിയും കൂടി പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് അതിനൊരു പണി ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷെ അമ്മ ഞങ്ങളുടെ കൂടെ നിൽക്കണം. ഇന്ന് ഇവിടെ എന്ത് നടന്നാലും അമ്മ മിണ്ടരുത്.
മോളെ എന്ത് വേണമെങ്കിലും കാണിച്ചോ, അമ്മ കൂട്ടുണ്ട്. ഈ വീട്ടിലത്തെ തോന്നിയാസം കണ്ട് എനിക്ക് മടുത്തു. ഞാൻ നിന്റെ കൂടെ സപ്പോർട്ടായിട്ടുണ്ട്. അമ്മന്റെ കൂടെ ഉണ്ടായാൽ മതി, ബാക്കി ഞാൻ ഏറ്റു. നീതോ വാസുവേട്ടൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ എവിടെ പോയി കിടക്കത്? നീതോ, നിങ്ങളിങ്ങനെ കിടന്ന് കാറിന്റെ കാര്യമൊന്നുമില്ല, ഞാൻ അവിടെ തന്നെ ഉണ്ട്. ഞാൻ എവിടേക്കും കെട്ടിയെടുത്തിട്ടൊന്നുമില്ല. ഓ തമ്പ്രാട്ടി ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്ന് വാസുവേട്ടൻ അധികം അടിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഇപ്പൊ അടിക്കും ഇവിടെ ഇരുന്നിട്ട്. പേടിപ്പിക്കല്ലേ വാസുവേട്ടാ, ഞാൻ സത്യമായിട്ട് പറയാ, ഇനി വീട്ടിലിരുന്ന് കുടിച്ചു കഴിഞ്ഞാ നിങ്ങൾ തനി സ്വഭാവം കാണും. നിങ്ങൾ ഇനി കള്ളു കുടിക്കോ? മോളെ അവനെ അടിച്ചു കുത്തുക്ക്. വാസുവിനടിക്കാൻ ഈ ഓലപ്പാമ്പ് പോരാ. നീ എന്താ മോളെ ചെയ്യ? ഇനിയൊന്നും നോക്കാല്ല, ഒരൊറ്റ കൈ പ്രയോഗം തന്നെ വേണ്ടിവരും. വാസുവേട്ടാ, ഞങ്ങളും കുടിക്കുക. വാവ്, ഇപ്പളാ നീ വാസുവിന്റെ ഭാര്യയായത്, നിങ്ങളെന്റെ അമ്മയായത്. ഇതോടുകൂടി നമ്മുടെ എല്ലാ വേദനയും തീരും. കുടിച്ചോ, വേദനയ്ക്ക് നല്ലതാ. ഏയ്, കൂടിപ്പോയ 10 മിനിറ്റ്, അതിനുള്ളിൽ നമ്മളെല്ലാവരും പറന്ന് പറന്നിങ്ങനെ ഉയരും. ഓ, നീ ഇപ്പൊ തന്നെ ഫിറ്റായില്ലേ? ആദ്യമായിട്ട് അടിക്കല്ലേ, കുറച്ച് ദിവസം അടിച്ചു കഴിഞ്ഞാൽ ഒക്കെ ശരിയായിക്കോളും. വാസുവേട്ടാ, നമ്മൾ കുടിച്ച കള്ളില് വിഷമുണ്ട്. ഞാൻ വിഷം ചേർത്തു. സഹിക്കണേന് ഒരു പരിധി ഉണ്ട്. ചതിയെത്തി, നീ വിഷം ചേർത്തോ? ഈശ്വര, ഞാൻ ഇപ്പൊ ചാവും. ഞാൻ ചത്തില്ലേ? ഇല്ല, നിങ്ങൾ ചത്തില്ല. ഞാൻ അതിന് ഉറക്ക ഗുളിക കലക്കിയത്. പക്ഷെ ഇനി ഇതുപോലെയാണ് ജീവിക്കണമെങ്കിൽ ഞാൻ സത്യമായിട്ടും വിഷം കലക്കും. ഇവിടെ എന്നെ ശരിക്കും കൊല്ലും. എനിക്ക് ജീവനിൽ പേടിയുണ്ട്. ചേട്ടാ, നല്ല ചൂടുണ്ട് കേട്ടോ, സൂക്ഷിച്ചോ. കുത്തപ്പേട്ട, നിങ്ങൾക്കൊരു പുതിയ പണിക്കാരനൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അത് നമ്മളെ വാസുവാണ്. വാസുവിനോടെ ചൂടോർക്കുന്ന ഒരു ചായ എടുക്കാൻ പറയും. വാസു, രവിയേട്ടന് ഒരു നല്ല ചായ കൊടുത്തേ. ആ, രവിയേട്ടനാണോ? ഇപ്പോഴത്തെ തരാട്ടോ ചായ. ഇവിടെ മുരളി ഇപ്പൊ എവിടേക്കാ പോണ്? ഞാൻ അച്ഛനെ സഹായിക്കണേ, അമ്പലത്തിലേക്ക് പോവാ. ഇടയ്ക്കൊക്കെ അമ്പലത്തിലേക്ക് വരും കേട്ടോ. ഇവിടെ തീപ്പരിക്കുട്ടിന് എന്ത് പറ്റി? ഈ പിരിപ്പിട്ടം നന്നാവാൻ വേണ്ടി കാശിക്ക് പോയി പറയുന്നിട്ട്. വാസുവോ, നീയും നിന്റെ കൂട്ടാളികളും കൂടി കുറെ കാശ് എനിക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, അത് ഓർമ്മ വേണം. വാസു, എനിക്കും തരാൻ കേട്ടോ പൈസ. രവിയേട്ടനും കുട്ടപ്പേട്ടനുള്ള കാശൊക്കെ ഞാൻ ഇവിടെ പണെടുത്ത് തരാം. തന്നില്ലെങ്കിൽ മേടിക്കാൻ എനിക്ക് അറിയാട്ടാ. കുട്ടപ്പേട്ട, ഒരു ബിസ്ക്കറ്റ് തന്നെ. വാസു, ഒരു ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തേ. അപ്പോട്ടാ പൈസ തന്നെ. പടക്കമപ്പൂട്ടിന്റെ അടുത്ത് കാശ് വയ്ക്കാൻ നിങ്ങളായോ? മിന്നൽ മുരളിയുടെ കൈക്ക് പണി ഉണ്ടാക്കരുത് കേട്ടോ. അതെ, നമ്പൂരിമുക്കിൽ പടക്കം വാസു ഇല്ല, മിന്നൽ മുരളി ഇല്ല. ഓടിക്കവിടുന്ന്. അയ്യോ, അതാ നിങ്ങളുടെ ബിസ്ക്കറ്റ്.